Hi dear students, welcome to today's grammar class and I hope all of you are keeping well. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൗൺ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചാണ് കണ്ടത്. പാർട്സ് ഓഫ് സ്പീച്ച് അതിൽ നൗൺ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. കൈൻഡ്സ് ഓഫ് നൗൺസ്, ജെൻഡർ, ഇറ്റ്സ് നമ്പർ, ഇറ്റ്സ് കേസസ്. ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ലേൺഡ് അബൌട്ട് ദ കേസസ്, നോമിനേറ്റീവ്, അക്യൂസേറ്റീവ്, ഡേറ്റീവ്, വൊക്കേറ്റീവ് ആൻഡ് പൊസസീവ് കേസസ്. അതൊക്കെ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതൊക്കെ പലപ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ no, it doesn't come directly. But if you want to learn the language, you should know the basics. That's very important. Otherwise, when you go higher levels, you won't know things. If you have when teachers say what is a noun, pronoun, that is a pronoun എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെറുതായിട്ടുള്ള കാര്യങ്ങൾ പോലും ഒന്ന് ടച്ച് ചെയ്തു പോകുന്നത്. ഓക്കെ, നോട്ട് വെരി ലെങ്തി. ഓക്കെ, so let us move to today's class. Welcome to day 7 and we are going to learn today the second parts of speech, that is pronoun. Okay, pronoun. What is a pronoun? You have heard this word, I know. A word that is used instead of a noun is called a pronoun. A word that is used instead of. What is the meaning of instead? Instead means in the place of. പകരം എന്നൊക്കെ പറയാം, പകരമായിട്ട് ഉപയോഗിക്കുന്നത്. They are used of a noun. Okay, it's called a pronoun. See the example, Hari is absent because Hari is ill. So we say about a person. So we are saying something about him. See, Hari is absent because Hari is ill. And if I want to say more about Hari, so I want to say Hari is a good boy, Hari studies in my class, Hari sings well, Hari dances well. So whenever I want to say about Hari, I always repeat Hari. No? But, so the next sentence, Hari is absent because he is ill. Instead of repeating always Hari, I say a word that is he. The he indicates, he shows, he stands for, or he stands instead of Hari. Hariki pagaram nikkunna oru vaakana he ennu. So that we call he is a pronoun of Hari. If it was, instead of Hari, if it was Maya, then we say she. If it was about an animal or a thing, we use it. So he, she, it, all that, they, them, everything is pronoun. So it comes in our day-to-day usages. Okay. So let us see some kinds of pronouns. Okay, there are different kinds of pronouns. I am not going to deal everything detailedly. What is necessary for our higher classes I am touching with. First of all, we have personal pronouns. Okay, I, we, you, he, she, it, they, these are called personal pronouns. Why they are called personal pronouns? Because they stand for three persons. എന്താണ് ഇതിന് പേഴ്സണൽ പ്രോനൗൺസ് എന്ന് വിളിക്കുന്നത്? അവരെ ഇംഗ്ലീഷിൽ നമ്മുടെ സെൻറ്റൻസുകളിൽ വരുന്ന 3 പേഴ്സൺസിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഫോർ ദ 3 പേഴ്സൺസ് ഹു ആർ ദീസ് പേഴ്സൺസ്? ദ പേഴ്സൺ സ്പീക്കിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ പേഴ്സൺ സ്പീക്കിംഗ്, ദ പേഴ്സൺ സ്പോക്കൺ ടു. വാട്ട് മീൻസ് സ്പോക്കൺ ടു? പറയുന്ന ആൾ ഇത് ആരോടാണോ പറയുന്നത് അല്ലേ? ആൻഡ് ദ പേഴ്സൺ സ്പോക്കൺ ഓഫ്, ഇത് ആരെക്കുറിച്ചാണോ പറയുന്നത്. സോ 3 പേഴ്സൺസ് വരുന്നുണ്ട്. ഓക്കെ, ഇൻ അവർ കോൺവെർസേഷൻ. ഒന്ന് പറയുന്ന ആൾ, ഒന്ന് അത് കേൾക്കുന്ന ആൾ, അതൊന്ന് സ്പോക്കൺ ടു, ആൻഡ് ദ പേഴ്സൺ സ്പോക്കൺ ഓഫ്. നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത്. സോ ദീസ് 3 പേഴ്സൺസ് കം ഇൻ ദീസ് പേഴ്സണൽ പ്രോനൗൺസ്. ഓക്കെ, ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ഇതിലെല്ലാം വരുന്നുണ്ട്. സോ ആണ് പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറയുന്നത്. ലെറ്റ് us see പേഴ്സണൽ പ്രോനൗൺസ് ഇൻ ഡീറ്റെയിൽസ്. അതിൽ തന്നെ ഫസ്റ്റ് പേഴ്സൺ ഉണ്ട്. സോ വാട്ട് യു സെഡ്, ദ പേഴ്സൺ ഹു ഈസ് സ്പീക്കിംഗ്. ഓക്കെ, അതിൽ തന്നെ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഈസ് ഐ ആൻഡ് ഇറ്റ്സ് പ്ലൂറൽ ഈസ് വി. അത് നോമിനേറ്റീവ് കേസാണ്. നോമിനേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, നോമിനേറ്റീവ് സബ്ജക്റ്റ് പൊസിഷനിൽ വരുമ്പോഴാണ് ഐ, അതിൻ്റെ പ്ലൂറലാണ് വി, ഞാൻ, ഞങ്ങൾ. പൊസസീവ്, യു റിമെമ്പർ പൊസസീവ്? ഇതുകൊണ്ടാണ് ഞാൻ പൊസസീവ് ഒക്കെ ആദ്യം പറയുന്നത്. പൊസസീവ് കേസ്, പൊസസീവ് ഒരാളുടെ ഓണർഷിപ്പ് കാണിക്കുന്നത്. മൈ, മൈൻ. ഫസ്റ്റ് പേഴ്സൻ്റെ സിംഗുലർ മൈൻ, പ്ലൂറൽ ആർ, ആസ്. ഓക്കെ, ആർ, ആസ്. ഓക്കെ,
അതിൻ്റെ അക്യൂസേറ്റീവ് ഓർക്കുന്നുണ്ട്, അക്യൂസേറ്റീവ് ഒബ്ജക്റ്റ് ഫോം. when it comes to ഒബ്ജക്റ്റ്, ഈ ഫസ്റ്റ് പേഴ്സൺ തന്നെ സബ്ജക്റ്റ് പൊസിഷനിലും പൊസസീവിലും ഒബ്ജക്റ്റ് ഫോമിലും വരാം. റിമെമ്പർ വാട്ട് ഈസ് സബ്ജക്റ്റ്, വാട്ട് ഈസ് ഒബ്ജക്റ്റ്? സബ്ജക്റ്റ് പ്രവൃത്തി ചെയ്യുന്ന ആൾ, ഒബ്ജക്റ്റ് അതിൻ്റെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആൾ. ഓക്കെ, സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പം ഐ എന്നുള്ളത് ഞാൻ എന്ന ആൾ സബ്ജക്റ്റ് ആയിരിക്കുമ്പോൾ അത് ഐ ആയിരിക്കും, പക്ഷേ ഞാൻ ഒബ്ജക്റ്റ് ആയിട്ടും വരാം. ഒരാൾ എന്നെ ഹീ ഹിറ്റ് മീ, അവൻ എന്നെ ഇടിച്ചു, അപ്പോൾ ഞാനവിടെ മീ എന്നുള്ളത് ഒബ്ജക്റ്റാണ്, സബ്ജക്റ്റ് അല്ല. ഐ ഡിഡ് ഇറ്റ്, സോ ഐ സബ്ജക്റ്റ്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? സോ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? സബ്ജക്റ്റ് പൊസിഷനിലും ഒബ്ജക്റ്റ് പൊസിഷനിലും വരിക എന്ന് പറയുന്നത് ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. സോ അക്യൂസേറ്റീവ് മീ ആണ്, അതിൻ്റെ പ്ലൂറൽ ഞങ്ങൾ. ഓക്കെ ഓക്കെ, വി ഡിഡ് ഇറ്റ്, വി എന്ന് പറയുന്ന സബ്ജക്റ്റായി. ഹി ഗേവ് അസ് ഞങ്ങൾക്ക് പറയുമ്പോൾ അല്ലേ, ഹി ഗേവ് അസ്. ഇറ്റ് ഈസ് അവർ ബോൾ, പൊസസീവ്, ഞങ്ങളുടെ പന്താണ്, അവർ. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ് നോ വാട്ട് ഈസ്. ഇപ്പോൾ ക്ലിയർ ആയിക്കണം, സബ്ജക്റ്റ് എന്താണ്, സബ്ജക്റ്റീവ് പൊസിഷൻ എന്താണ്, ഒബ്ജക്റ്റ് പൊസിഷൻ എന്താണ്, പൊസസീവ് കേസ് എന്താണ്. സോ ഇറ്റ്സ് ക്ലിയർ ഐ തിങ്ക്. ഓക്കെ, ഒരു സെക്കൻഡ് പേഴ്സൺ ഇറ്റ് ഈസ് ഓൾസോ സെയിം. യു ആണ്, യു സിംഗുലർ പ്ലൂറൽ, എവറിത്തിങ് ഈസ് സെയിം. യു നോമിനേറ്റീവ് യു, possessive yours, accusative you, okay, all that second person. Nominative, possessive, accusative is the same. And third person, when we come, we have to be careful. It has got a masculine, it has got a feminine, and it has got a neuter. Okay, so nominative, third person എന്ന് പറയുന്നത് ഇത് നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത്? അപ്പോൾ ഹി, അവൻ, and she. Everybody thinks it is it, neutral gender. Masculine, feminine, neutral, it is clear. And all genders we say plural, it is they. And possessive, his, her, hers, its, their, theirs. Okay. Accusative, him. Object ആയിട്ട് വരുമ്പോൾ him, അവൻ, അല്ലേ, അവന്, അല്ലേ, അവൾക്ക്, her, അവളുടെ. He plays well, so he is a subject there. I know him, എനിക്ക് അവനെ അറിയാം, അവൻ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ആയിട്ട് വരും. ഓക്കെ, ഐ ലൈക്ക് ഹെർ, ഒബ്ജക്റ്റ്. ഓക്കെ, ഇറ്റ്. ഓക്കെ, ആൻഡ് ദം, അതിൻ്റെ പ്ലൂറൽ വരുന്നത്, ബഹുവചനം വരുന്നത് ദം. ഓക്കെ, ഇത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഗ്രാമറിൽ പഠിച്ചു വരുമ്പോൾ തേർഡ് പേഴ്സൺസ്, പല കുട്ടികളോട് ഫസ്റ്റ് പേഴ്സണിൽ എഴുതുക. ടീച്ചേഴ്സ് പറയും പ്രിപ്പയർ ദ നറേറ്റീവ് ഇൻ ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ്. ക്വസ്റ്റ്യൻ SSLCക്ക് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. പ്രിപ്പയർ ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ്, ഫസ്റ്റ് പേഴ്സൺ കാണുന്നത് പോലെ എന്ന് പറയുമ്പോൾ ഐ ആണ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പല കുട്ടികൾക്കും അറിയില്ല, അങ്ങനെ തെറ്റിച്ച് കളയാറുണ്ട്. സെക്കൻഡ് പേഴ്സൺ അല്ലെ തേർഡ് പേഴ്സൺ നറേറ്റീവ്, ഡയറി ഫസ്റ്റ് പേഴ്സണിൽ എഴുതണമെന്ന് പറയും. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ പല കുട്ടികളും എന്താണ് ഫസ്റ്റ് പേഴ്സൺ യൂസിങ് ഐ. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഫ്രം ദ സ്മോൾ ക്ലാസ്സസ് ഓൺവേർഡ്സ് യു ലേൺ ഇറ്റ്, ദാറ്റ് വിൽ ബി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രൊനൗൺസ്, റിഫ്ലെക്സീവ് ആൻഡ് എംഫാറ്റിക് പ്രൊനൗൺസ്. When self is added to personal pronouns, we get compound personal pronouns. ഈ സെൽഫ് എന്ന് പറയുന്ന ഇത് നമ്മുടെ എന്താണ് പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ കൂടെ ആഡ് ചെയ്യും. പേഴ്സണൽ പ്രൊനൗൺസ് നമുക്കറിയാം, ഐ, ഹി, വി, അതെല്ലാം. അതിൻ്റെ കൂടെ സെൽഫ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? കോമ്പൗണ്ട് പേഴ്സണൽ പ്രൊനൗൺസ്. ആൻഡ് വെൻ ദ ആക്ഷൻ ഡൺ ബൈ ദ സബ്ജക്റ്റ് ടേൺസ് ബാക്ക് അപ്പോൺ സബ്ജക്റ്റ്. നമ്മൾ ഒരാൾ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി സബ്ജക്റ്റിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ എന്താണ് നമ്മൾ പറയുക? അത് റിഫ്ലെക്സീവ്, ദേ ആർ കോൾഡ് റിഫ്ലെക്സീവ് പ്രൊനൗൺസ്. എക്സാമ്പിൾ കാണാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഐ ഹേർട്ട് മൈസെൽഫ്, ജസ്റ്റ് ലിസൺ, ഐ ഹേർട്ട് മൈസെൽഫ്. ഇവിടെ ഈ മൈസെൽഫ് എന്നുള്ളത് കോമ്പൗണ്ട് പേഴ്സണൽ പ്രൊനൗൺ ആണ്. ഓക്കെ, മൈ പ്ലസ് സെൽഫ്, ഒരു പ്രൊനൗണും അതിൻ്റെ കൂടെ സെൽഫും കൂടി ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ആക്ഷൻ ഐ ഹേർട്ട് മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്തപ്പോൾ എനിക്ക് മുറിവേറ്റു എന്നാണ് പറയുക. ഐ ഹേർട്ട് മൈസെൽഫ്, എനിക്ക് മുറിവേറ്റു. അപ്പോൾ ചെയ്ത ആരാണ് പ്രവൃത്തി? ഞാൻ തന്നെയാണ്. അതിൻ്റെ ഫലം അനുഭവിച്ചതും ഞാൻ തന്നെയാണ്. സോ ദാറ്റ്സ് വൈ ഐ ഹേർട്ട് മൈസെൽഫ്. സോ മൈസെൽഫ് ഈസ് എ റിഫ്ലെക്സീവ് പ്രൊനൗൺ ബിക്കോസ് ദ ആക്ഷൻ ടേൺസ് ബാക്ക്. നിങ്ങൾ ബയോളജി റിഫ്ലെക്സീവ് പ്രവർത്തനമൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ എന്ന് പറയുന്നത്. റിഫ്ലെക്സ്, അത് തിരിച്ച് എന്നിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഓക്കെ, റിഫ്ലെക്സീവ് when it is used for the sake of emphasis, they are called emphatic pronouns. emphasis എന്ന് പറഞ്ഞാൽ എന്താണ്? ഊന്നൽ നൽകി പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ emphatic pronoun. I will do it myself.
ഐ വിൽ ഡു ഇറ്റ് മൈസെൽഫ്. ഞാൻ തനിയെ ചെയ്തോളാം. ഐ വിൽ ഡു ഇറ്റ്. ഇത് റിഫ്ലെക്സീവ് അല്ല, കൺഫ്യൂഷൻ ആകരുത്. മൈസെൽഫ് നേരത്തെ നമ്മൾ റിഫ്ലെക്സീവ് കണ്ടതാണ്. ഇത് എംഫാറ്റിക് ആണ്. ഞാൻ എന്നെ പറയുന്നതിൽ എനിക്ക് തന്നെ ഊന്നൽ നൽകുകയാണ്. സോ മൈസെൽഫ്. ഓക്കെ. ഹി ഹിംസെൽഫ് സെഡ് സോ. അവൻ തന്നെ പറഞ്ഞു അല്ലേ, ഹിംസെൽഫ്, ഹി ഹിംസെൽഫ്. സോ ഇറ്റ്സ് കോൾഡ് എംഫാറ്റിക് പ്രൊനൗൺസ്. സോ this also come in our grammar, so just to know it is a reflexive, what is emphatic, and this relative pronouns is very important. This you get in your 9th and 10th class also, you learn about relative pronouns. What are relative pronouns? When a pronoun relates some noun going before it, it is called a relative pronoun. മുമ്പുള്ള ഒരു നൗണിനെ ആയിട്ട് മറ്റായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. Let us see the example, it will be clear. Example, this is the boy who sings. ബോയുടെ ഈ ബോയിയെ റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ബോയിനെ ഇങ്ങോട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് ഹു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കും. സോ ഇറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് പ്രൊനൗൺ. ഹു എന്നുള്ളത് റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ദിസ് ഈസ് എ ബുക്ക് ദാറ്റ് ഐ ബോട്ട് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ വാങ്ങിയ ഇതാണ് ആ ബുക്ക്. ഇതാണ് ആ ബുക്ക്. ദിസ് ഇസ് ദാറ്റ്. ഓക്കെ. ദാറ്റ് ഐ ബോട്ട് യെസ്റ്റർഡേ. ആ ബുക്കിനെ റിലേറ്റ് ചെയ്തിരിക്കുകയാണ്, ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ദാറ്റ് ഉപയോഗിച്ചു. ദാറ്റാണ് അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്, അതിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ. സോ ഇങ്ങനെ റിലേറ്റീവ് പ്രൊനൗൺസ് ഉണ്ട്. ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഗ്രാമറിൽ റിലേറ്റീവ് പ്രൊനൗൺസ് ഒത്തിരി കയറി വരുന്നുണ്ട്, എസ്പെഷ്യലി യുവർ എഡിറ്റിംഗ് പാസേജസിൽ. ഓക്കെ. ഫസ്റ്റ് വൺ ഈസ് ഹൂ. ഹൂ ഈസ് ജനറലി യൂസ്ഡ് ഫോർ പേഴ്സൺസ്. ഹൂ എന്നുള്ള റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുക മനുഷ്യരെ, ആൾക്കാരെ സൂചിപ്പിക്കാനാണ്. ദ മാൻ ഹൂ ഈസ് ഓണസ്റ്റ് ഈസ് ട്രസ്റ്റഡ്. The man who is honest. So the man and who is honest. So who is a relative pronoun here. Whose is used for persons, animals and things. Whose എന്നുള്ളത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ ഉപയോഗിക്കാം, തിങ്സിലൊക്കെ ഉപയോഗിക്കാം. The sun whose rays give life to earth is regarded as God. Okay. The sun whose. Okay. എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. ആരുടെ, whose എന്നുള്ളത്. അതുപോലെ തന്നെ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ തിങ്സ് ആൻഡ് ആനിമൽസ്. നമ്മൾ ആൾക്കാർക്ക് വിച്ച് ഉപയോഗിക്കാറില്ല. ഓക്കെ. ദ ഹോഴ്സ് വിച്ച് ഐ ബോട്ട് ഈസ് വൈറ്റ്. ഞാൻ കുതിരയെ വാങ്ങി. വിച്ച് ഐ ബോട്ട്. ദ ഹോഴ്സ് വിച്ച് ഐ ബോട്ട്, ആ കുതിരയെ സൂചിപ്പിക്കുന്നതാണ് ഇതുമായിട്ട് അല്ലേ, ഈസ് വൈറ്റ്. ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ പേഴ്സൺസ് ആൻഡ് തിങ്സ്. ദാറ്റ് നമ്മൾ പേഴ്സൺസിനും, അത് സാഹചര്യം അനുസരിച്ചാണ്, പേഴ്സൺസിനും തിങ്സിനും ഉപയോഗിക്കാറുണ്ട്. ദിസ് ഈസ് എ ബോയ് ദാറ്റ് ഐ ടോൾഡ് യു ഓഫ്. I told you of. Boy that I told you of. ബോയിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ റിലേറ്റീവ് പ്രൊനൗൺസ് ഉണ്ട്. അതുപോലെ തന്നെ കോമ്പൗണ്ട് റിലേറ്റീവ് പ്രൊനൗൺസ്. യു നോ വാട്ട് ഇസ് മീനിങ് ഓഫ് കോമ്പൗണ്ട്? ജോയിനിങ് ടു വേർഡ്സ്. കോമ്പൗണ്ട് യോജിപ്പിച്ചിരിക്കുന്നതാണ്. ഹു എവർ, വിച്ച് എവർ, ഹൂസോ എവർ, വട്ട് എവർ, വട്ട്സോ എവർ. All these are what we call compound relative pronouns. Okay. Whoever comes is welcome. Whoever. അത് റിലേറ്റീവ് പ്രൊനൗൺസിൻ്റെ കോമ്പൗണ്ട് ഫോംസ് ആണെന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. വട്ട് എവർ ഹി ഡസ് വെൽ. വട്ട് എവർ. ഓക്കെ. സോ കോമ്പൗണ്ട് റിലേറ്റീവ് പ്രൊനൗൺസ്. ഓക്കെ. റിലേറ്റീവ് പ്രൊനൗൺസ് ആൻഡ് കോമ്പൗണ്ട് റിലേറ്റീവ് പ്രൊനൗൺസ്. സോ വാട്ട് വി ഹാവ് സീൻ ടുഡേ ഇസ് അബൌട്ട് pronoun. I have not gone much deep into it. Just to see what is a pronoun, and mainly what is important is our personal pronouns. We should know 3 persons are there in English: first person, second person and third person. Okay, when you learn grammar, when you learn tenses, these things we should know. Then we have got relative pronouns, emphatic and reflexive pronouns. Okay, relative pronouns. Okay, that comes in your grammar part when you for the examination. Okay, so I give you some exercises here. First one is, in the following sentences find a pronouns and say what each stands for. So ഈ സെൻറ്റൻസുകളിലെ പ്രൊനൗൺസ് കണ്ടുപിടിക്കുക, അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഫോർ ദ ഫസ്റ്റ് വൺ, ആലീസ് വാസ് ഹേർട്ട് ആൻഡ് ഷീ ക്രൈഡ്. സോ ഹിയർ യു നോ ദ പ്രൊനൗൺ ഈസ് ഷീ ആൻഡ് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ആലീസ്. സെയിം വേ യു ഫൈൻഡ് ഔട്ട് നെക്സ്റ്റ് വൺസ്. ഓക്കെ. Next one is one more exercise I am giving you. Find out relative pronouns in the sentences given below and find the word it indicates. ഇവിടെ കുറേ റിലേറ്റീവ് പ്രൊനൗൺസ് തന്നിട്ടുണ്ട്, അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, the answer which you gave is not correct. So which is a relative pronoun, you know now, and the answer is the word which it indicates. Okay. So same way you find out the next ones.
and we will discuss the answer in the next class. So I conclude my video here. I hope you will go through it. Okay. ചിലപ്പോൾ ഇത് അത്ര വലിയ ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം, ഇതൊക്കെ അത്ര ആവശ്യമുണ്ടോ? ബട്ട് these words, these terms we should know. Then only we can, when you further say things, it will be clear to you. Okay. ഇതൊന്നും വലിയ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല, ചെറിയ കാര്യങ്ങളാണ്. So please keep learning. I'll come back with the next part of it. We will complete parts of speech. Then we will go detail into tenses, reported speech, active voice, passive voice, if clause, question tags, whatever is required for our high school class. I want to complete that. Okay. So if you follow me regularly, it will be useful. എന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും, ഞാൻ കാരണം വളരെ ചെറിയ വീഡിയോസ് ഇടുന്നതുകൊണ്ട് നിങ്ങൾക്കത് പഠിച്ച് പോകാൻ എളുപ്പമാണെന്ന് കരുതുന്നു. സോ ടിൽ ദ നെക്സ്റ്റ് ക്ലാസ്, ടേക്ക് കെയർ, learn the things, do the exercises, be safe, have a nice day.